യേശു കർത്താവിൻ്റെ പരിശുദ്ധനാമം ഈ വൈകിയ സമയത്ത് വാഴ്ത്തപ്പെടട്ടെ. 28ാമത് കല്യാണിമുക്ക് കൺവെൻഷൻ്റെ 4ാമത്തെ ദിവസം രാത്രിയിൽ ഇപ്രകാരം ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ എനിക്ക് ലഭിക്കുന്ന അവസരത്തിന് ഞാൻ കർത്താവിന് പ്രാരംഭത്തിലെ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെൻസൺ, വേദിയിലും സദസ്സിലൊക്കെ ആയിരിക്കുന്ന അനേക ദൈവദാസന്മാർ, സുവിശേഷ സന്ദേശത്തെ കേൾപ്പാനായി ആവേശത്തോടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏറ്റവും നല്ലവരായ ഈ ദേശത്തിലെ നിവാസികളെയും തുടർന്ന് ഇവിടെ നടക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇപ്രകാരം പരസ്യമായ സ്ഥലത്ത് പന്തലും സൗണ്ടിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് യോഗങ്ങൾ നടത്തുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. നീണ്ട ദിവസത്തെ യോഗങ്ങളാകുമ്പോൾ ദൈവമക്കൾക്ക് ചിലപ്പോൾ അതൊരു റിപ്പീറ്റേഷൻ പോലെ തോന്നാം. പക്ഷെ അങ്ങനെ തോന്നരുത്. വീണ്ടും ജനനം പ്രാപിച്ചവരുടെ ഉള്ളം കത്തുന്നത് സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ. അനേക വിഷയങ്ങൾ പ്രസംഗത്തിന് പ്രമേയമായിട്ടെടുക്കാം, എങ്കിലും യേശുവിനെ ഉയർത്തുമ്പോഴാണ് ജനം പിടിവിക്കപ്പെടുന്നത്. അതിന്ന് രാത്രിയിലും കർത്താവ് ചെയ്യട്ടെ, ഈ ദിവസങ്ങളിലെ യോഗങ്ങളിലും കർത്താവ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവജന ചിന്തകൾക്ക് ആധാരമായി എബ്രായ ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കണമേ. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സസ് 11. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവനവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ മതി. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഒരു സന്ദേശം ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നതിന് മുന്നേ ഈ ലേഖനത്തെ പറ്റി 1-2 കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ വായിച്ച വാക്യത്തിലേക്ക് വരാം. ഈ ലേഖനം എഴുതിയത് പൊതുവെ അപ്പോസ്തലനായ പൗലോസ് ആണെന്ന് അഭിപ്രായപ്പെടുന്നു. എഴുതാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഇതെഴുതിയത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന്, യഹൂദ മതത്തിൻ്റെ ആചാരങ്ങളിൽ നിന്ന് സുവിശേഷത്തിൻ്റെ കേൾവിയിൽ ആവേശത്തോടെ വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സഭയുടെ ഭാഗമായി തീർന്ന ദൈവജനത്തോട് എഴുതിയതാണ്. എഴുതാനുണ്ടായ സാഹചര്യം, വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇവർ നേരിട്ട വെല്ലുവിളികൾ, ഇവർ നേരിട്ട പ്രതിസന്ധികൾ, ആവേശത്തോടെ ഇറങ്ങിയത് ശരിയാണോ എന്നുള്ളൊരു സംശയം അവരിൽ ചിലരുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടി. പ്രത്യേകിച്ചും അവർ നേരത്തെയായിരുന്ന പശ്ചാത്തലത്തിൽ അതിമനോഹരമായ ദേവാലയമുണ്ട്, മഹാപുരോഹിതനുണ്ട്, യാഗങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്, വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് പണ്ട് മുക്കുവനായിരുന്ന പത്രോസ് നയിക്കുന്ന ഒരു കൂട്ടമാണ്. അവർ വിട്ടുവന്ന സമൂഹത്തിൽ നിന്നൊക്കെ നിന്നയും വഴിയും, അന്നത്തെ റോമ സാമ്രാജ്യത്തിൽ നിന്നൊക്കെ പീഡനങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ സംശയിച്ചു തുടങ്ങിയ, വിശ്വാസത്തിൽ ഇളക്കം തട്ടിയവരോടാണ് ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനത്തിൻ്റെ പ്രധാന പ്രമേയം ഇങ്ങനെ ക്ഷീണിച്ചു പോയ വിശ്വാസികളെ പറഞ്ഞുറപ്പിക്കുകയാണ്. ഇറങ്ങിയ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പറയട്ടെ, പോയ വർഷങ്ങളിൽ കടന്നു വന്ന പ്രതിസന്ധികൾ വിശ്വാസത്തിൻ്റെ മുൻപിൽ ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ലേഖനം നമ്മളോട് വിളിച്ചു പറയുന്നൊരു സന്ദേശമുണ്ട്. വിശ്വാസത്തെ തള്ളിക്കളയാതെ മുറുകെ പിടിക്കണം. എങ്ങനെയാണ് ഈ വിശ്വാസികളെ ഉറപ്പിച്ചതെന്ന് ഞാൻ ഒരു വാക്കിൽ പറഞ്ഞിട്ട് ഇന്നത്തെ കുറിവാക്യത്തിലേക്ക് വരാം. ഈ ലേഖനം വായിച്ചാൽ
ഈ ക്ഷീണിച്ചു തുടങ്ങിയ വിശ്വാസത്തിൽ ഇളക്കം തട്ടിയ ഈ വിശ്വാസികളെ ഉറപ്പിക്കാൻ എഴുത്തുകാരൻ ഉപയോഗിച്ചത് യേശുവിൻ്റെ മഹത്വത്തെ അവരുടെ മുമ്പിൽ വരച്ചു കാണിക്കുക. ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്. നിങ്ങൾ മുൻപായിരുന്ന പശ്ചാത്തലത്തെക്കാളൊക്കെ ഉപരി ഏറ്റവും ഉന്നതമായ ഒരുവന്റെ അരികിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തെക്കാൾ ഉന്നതനായ ഒരു മഹാപുരോഹിതന്റെ അരികിലേക്കാണ് വന്നിരിക്കുന്നതാണ് പറയുന്നത്. ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോട്, പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ ഇത്രയും ആവേശവും ഇത്രയും സന്തോഷത്തിൻ്റെയൊക്കെ കാരണം ഇതിനോട് തുലനം ചെയ്യാൻ, ഇതിനൊപ്പം പറയാൻ, അല്ലെങ്കിൽ യേശുവിനോട് ചേർത്ത് വെക്കാൻ, തുലനം ചെയ്യാൻ ഉലകത്തിൽ മറ്റാരുമില്ലെന്നുള്ള ഉറപ്പാണ്. തുടർന്നുള്ള സമയം ഈ വാക്യത്തിൽ നിന്ന് വിശ്വാസത്തെ സംബന്ധിച്ചുള്ള പ്രധാന ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ബൈബിൾ കൊണ്ടുവന്നിരിക്കുന്നവരെല്ലാം ബൈബിളൊക്കെ തുറന്ന്, നല്ല വെട്ടവും വെളിച്ചമൊക്കെ നമുക്കുണ്ട്, അതൊക്കെ തുറന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 2-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. 2:11. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. മതി. ഈ വാക്യത്തിൽ 2 കാര്യങ്ങളാണ് ആദ്യത്തെ ആ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി പറയാം. അതോടൊപ്പം പറയുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ജനത്തെ പറ്റി പറയാം. വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തി, വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു കൂട്ടം. ചോദ്യം, ആരാണ് വിശുദ്ധീകരിക്കുന്നവൻ? ആരെയാണ് വിശുദ്ധീകരിക്കുന്നത്? ഉത്തരം ഇതേ ലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കണം. 13-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന്. ഈ വാക്യം ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, വിശുദ്ധീകരിക്കുന്നവൻ യേശുവാണ്. വിശുദ്ധീകരിക്കപ്പെടുന്നത് ജനമാണ്. ജനമെന്ന് പറഞ്ഞാൽ മനുഷ്യനായി പിറന്നവരാണ്. 2-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്കിങ്ങനെയാണ്, എല്ലാവരും. അർത്ഥം, മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും വിശുദ്ധീകരണം ആവശ്യമാണ്. വിശുദ്ധീകരിക്കാൻ കഴിവുള്ള ഏക വ്യക്തി ഇന്ന് ഇവിടെ ഉയർത്തുന്ന യേശു കർത്താവാണ്. ഇന്നത്തെ സന്ദേശം ഇവിടെ പറയുന്ന വിശുദ്ധീകരണം ഏതാ? വിശുദ്ധീകരിക്കാൻ വേണ്ടി യേശു എന്താണ് ചെയ്തത്? വിശുദ്ധീകരണത്തിൽ കൂടെ എനിക്കുള്ള പ്രയോജനം എന്താ? ഇന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ശുദ്ധീകരണം ഏത് ശുദ്ധീകരണത്തെ പറ്റിയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്. അത് വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാര്യം മനസ്സിലാവും. 106-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 39-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു. മതി. എങ്ങനെയാണ് മലിനപ്പെട്ടത്? ക്രിയകളാൽ, പ്രവർത്തിയാൽ. വിശുദ്ധ ബൈബിൾ ഇവിടെ പറയുന്ന മലിനത മനുഷ്യന് സംഭവിച്ചത് അവരുടെ പ്രവൃത്തി കൊണ്ടാണ്. അർത്ഥം, മനുഷ്യന് ശുദ്ധീകരണം ആവശ്യമായി വന്നിരിക്കുന്നത് എന്തിൽ നിന്നാ? പ്രവൃത്തിയാൽ ചെയ്ത പാപത്തിന്റെ ഒരു മലിനതയുണ്ട്. അതിൻ്റെ ശുദ്ധീകരണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശുദ്ധീകരണം എല്ലാവർക്കും ആവശ്യമാണ്. കാരണം എല്ലാവരുടെയും പ്രവൃത്തി മലിനപ്പെട്ടുപോയി. അത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ബൈബിളിൻ്റെ ആരംഭ പുസ്തകം മുതൽ നമ്മൾ ഈ വിഷയം പഠിച്ചു വരണം. എല്ലാം വിശദമായിട്ട് ഇപ്പോൾ പറയാൻ സമയം നമ്മുടെ മുമ്പിലില്ല. എങ്കിലും ഓടിച്ചൊന്ന് ഞാൻ പറയാം.
എങ്ങനെയാണ് മനുഷ്യന്റെ പ്രവൃത്തി പാപം നിറഞ്ഞ് മലിനപ്പെട്ടു പോയത്? ഉൽപ്പത്തി പുസ്തകം ഭൂമിയുടെ ആരംഭത്തെപ്പറ്റി, മനുഷ്യന്റെ ആരംഭത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നു. 6-ാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം തോട്ടത്തിലാക്കി, ഏദൻ തോട്ടത്തിലാക്കി. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിന്റെ ഫലവും കഴിക്കാം, പക്ഷെ തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, നന്മ തിന്മകളെ പറ്റി അറിവ് പകർന്ന വൃക്ഷമാണ്, അതിൻ്റെ ഫലം മാത്രം കഴിക്കരുത്. നമുക്ക് ചരിത്രം അറിയാം, മനുഷ്യൻ അത് ലംഘിച്ചു. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: തിന്നുന്ന നാളിൽ നീ മരിക്കും. സംഭവം നമുക്കറിയാം. കഴിച്ചപ്പോൾ അവർ മരിച്ചോ? ശാരീരിക മരണം അപ്പോൾ അവിടെ സംഭവിച്ചില്ല, പക്ഷെ ആത്മീക മരണം അവിടെ സംഭവിക്കുക. എന്തോ ആത്മീയ മരണത്തിന്റെ ലക്ഷണം? ദൈവവുമായിട്ടുണ്ടായിരുന്ന കൂട്ടായ്മ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പാപം ചെയ്യുന്നതിന് മുൻപേ എല്ലാ ദിവസവും സന്ധ്യയാവുമ്പോൾ ദൈവം ഇറങ്ങി വരും. ആവേശത്തോടെ ഈ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. പക്ഷെങ്കിൽ കൂട്ടായ്മ നഷ്ടപ്പെട്ടു, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ശരീരം മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ശവമെന്നൊക്കെ പറയും. ഒരു ആത്മീക ശവമായിട്ട് മനുഷ്യൻ തീർന്നു. സ്പിരിച്വൽ ഡെത്ത്. അന്ന് തുടങ്ങിയ 1-ാമത്തെ മനുഷ്യന്റെ ലംഘനം നിമിത്തം വിശുദ്ധ ബൈബിൾ പറയുന്ന യാഥാർത്ഥ്യം ഇങ്ങനെയാണ്: ഏകന്റെ പാപത്താൽ സകല മനുഷ്യരും പാപികളായി. ഏകന്റെ പാപത്താൽ മരണം മനുഷ്യ സമൂഹത്തിലേക്ക് കടന്നുകൂടി. എല്ലാവരും പാപം ചെയ്ത് മലിനപ്പെട്ടുപോയി. എല്ലാവരും പാപം ചെയ്ത് മലിനപ്പെട്ടുപോയി. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ മനുഷ്യന്റെ ആത്മീക അവസ്ഥയെപ്പറ്റി പറയുന്നത്, പുറമേ ഫിസിക്കലി ഭൗതികമായി നമുക്ക് ജീവനുണ്ട്, എല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട്, പക്ഷെ ആത്മീക ജീവനുണ്ടോ? അതാണ് ചോദ്യം. എങ്ങനെ നമുക്കിത് തിരിച്ചറിയാം? ഇതിന്റെ അടയാളം ഞാനൊന്ന് പറയാം. സിമ്പിളാണ് മനസ്സിലാക്കാൻ. ഫിസിക്കലായിട്ട് മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ നിങ്ങൾ സങ്കല്പിക്കുക. ഒന്നിനോടും പ്രതികരിക്കാൻ പറ്റത്തില്ല. മരിച്ചുപോയ ശരീരത്തെ വിളിച്ചാലോ കുലിക്കിയാലോ റെസ്പോൺസ് ഇല്ല, പ്രതികരിക്കാൻ പറ്റത്തില്ല. അതിനെ തന്നെയാണ് ആത്മീകമായിട്ടും നമ്മൾ കാണേണ്ടത്. ആത്മീകമായി മരിച്ചതിന്റെ ലക്ഷണം എന്താ? ആത്മീയമായി മരിച്ചതിന്റെ ലക്ഷണം ദൈവത്തോട് പ്രതികരിക്കാൻ കഴിയുന്നില്ല. 8 ദിവസം മാറി മാറി പ്രസംഗം കേൾക്കും, പക്ഷെ പ്രതികരിക്കാൻ പറ്റത്തില്ല. വർഷങ്ങളെ, ഇതിപ്പോ 28-ാമത്തെ കൺവെൻഷനാ. ഞാൻ പറഞ്ഞത് തെറ്റത്തില്ല. കാരണം ഈ ദേശത്ത് എത്രയോ ആവർത്തി സന്ദേശം കേട്ടവർ കണ്ടേക്കാം. ഇന്നും പ്രതികരിക്കാൻ കഴിയാതിരിക്കുന്നത് നമ്മുടെ ആത്മീക അവസ്ഥയെ കാണിക്കുക. ഈ വർഷവും ഈ വർഷത്തിന്റെ പ്രാരംഭ ദിവസങ്ങളിൽ ഈ യോഗം ഇവിടെ നടത്തുന്നതിന്റെ കാരണം, ആത്മീകമായി മരിച്ചു കിടക്കുന്ന ചിലരെ ഉയർപ്പിക്കാൻ ഈ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. ഈ മരിച്ചു കിടക്കുന്നവനെ ഉയർപ്പിക്കാൻ മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ സന്ദേശത്തിൻ്റെ കേൾവിയിൽ ഇവിടെ നടക്കുന്ന യോഗങ്ങളിൽ ചില ഹൃദയങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. God will work. ദൈവം ചിലരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും. നമ്മളിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, നോ, എല്ലാവർക്കും ശുദ്ധീകരണം ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്കൊന്നും കുഴപ്പക്കാരനല്ല.
വി ആർ നോട്ട് ദാറ്റ് ബാഡ്, ഞങ്ങൾ അത്ര മോശം ആൾക്കാരല്ല. ഒരിക്കൽ യേശു കർത്താവിൻ്റെ അടുത്ത് ഒരു യൗവനക്കാരൻ ചെന്നിട്ട് ഒരു ചോദ്യം, നല്ല ഗുരു, നിത്യജീവനെ പ്രാപിക്കാൻ യേശു കർത്താവ് കൽപ്പനകൾ പറഞ്ഞു. അപ്പൊ ഈ യൗവനക്കാരൻ പറഞ്ഞത്, ബാല്യം മുതൽ തന്നെ ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട്, ബാല്യം മുതൽ തന്നെ ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട്, കൽപ്പനകൾ വ്യക്തമായിട്ടറിയാം. യേശു കർത്താവ് പഴയ നിയമത്തിലെ കൽപ്പനകൾക്കൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ? യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, കുല ചെയ്യരുതെന്ന് നിങ്ങളുടെ പൂർവികന്മാരിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കൽപ്പനകളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ യേശു പറഞ്ഞത് എന്താ? ഞാൻ നിന്നോട് പറയുന്നു, സഹോദരനോട് കോപിച്ചാൽ, നിസ്സാര എന്ന് എണ്ണിയാൽ, മൂഢ എന്ന് വിളിച്ചാൽ, നമ്മൾ കൊല ചെയ്തില്ലെന്ന് അഭിനയിച്ചിരിക്കുമ്പോഴാണ് യേശു അതിൻ്റെ സ്റ്റാൻഡേർഡ് വ്യക്തമാക്കുക. പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിന് മുൻപിൽ മനുഷ്യനായി പിറന്ന ഒരുവനും തികഞ്ഞവനായിട്ടില്ല. സകല മനുഷ്യരുടെയും പ്രവർത്തികൾ പാപത്താൽ മലിനപ്പെട്ടുപോയി. ഒരു ദൈവമനുഷ്യൻ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പലയിടത്തും പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം. താനിങ്ങനെയാണ് പറഞ്ഞത്, ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മളൊന്ന് ഊഹിക്കുക, ഇവിടെ ഇപ്പം പല ഡിവൈസുകൾ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇതേപോലെ ഇവിടെ ഒരു ഡിവൈസ് ഉണ്ടെന്ന് ചിന്തിക്കുക. ആ ഡിവൈസിന്റെ പ്രത്യേകത, മനുഷ്യരുടെ ചിന്തയിൽ കൂടെ പോകുന്നതിനെ ഒരു പിക്ചറായി കാണിക്കാൻ ആ ഉപകരണത്തിന് കഴിയുമെന്ന് സങ്കല്പിക്കുക. ജോസ് പാസ്റ്റർ പറയാണ്, യോഗം കഴിയുന്നതോടെ ഓരോരുത്തരുടെ ചിന്തയിൽ കൂടെ പോയതിൻ്റെ പിക്ചർ കൂടെ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ, പ്രസംഗിക്കുന്ന ഞാൻ തൊട്ട് വന്നിരിക്കുന്ന എല്ലാവരും ആശീർവാദത്തിന് മുമ്പ് ജില്ല കടക്കും. മനുഷ്യൻ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ പോലും ഉള്ളിലിരിക്കുന്നത് എത്രയോ പാപം നിറഞ്ഞതാ, മലിനപ്പെട്ടു പോയി സകല മനുഷ്യരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനിയിപ്പം നമ്മുടെ സമൂഹത്തിലേക്കൊക്കെ നോക്ക്, നാം പാർക്കുന്ന ദേശത്തേക്ക് നോക്ക്, നടക്കുന്ന ദിനം തോറും പത്രമാധ്യമങ്ങളിൽ കൂടെ കടന്നു വരുന്ന വാർത്തകൾ വായിക്ക്. മനസാക്ഷി മരിച്ചുപോയി എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു യാഥാർത്ഥ്യമാണ്. സ്വന്തം അപ്പനെ കൊല്ലാൻ മടിക്കാത്ത മക്കൾ, പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ മടിക്കാത്ത അപ്പനമ്മമാർ, ഓരോ ദിവസവും വരുന്നത് ഓരോന്ന്. ഈ അടുത്തിടെ ക്രിസ്മസിന്റെ ദിനങ്ങളായിരുന്നല്ലോ, നിങ്ങൾ വായിച്ചു കാണും പത്രത്തിൽ. കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു 25% കൂടുതലായിരുന്നു മദ്യത്തിൽ കൂടുണ്ടായ വരുമാനം. മദ്യത്തിനും മയക്കമരുന്നിനൊക്കെ അടിമകളായി പോകുന്ന ഒരു വലിയ കൂട്ടം. അതിപ്പോ സ്കൂള്, കോളേജ്, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ തന്നെ ഇതിനൊക്കെ അടിമകളായി പോകുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചില്ലേ? അടുത്തിടെ ഒരു ക്യാമ്പിൽ പോയപ്പോ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ഫോഴ്സ്ഫുള്ളി അവരെ നിർബന്ധിച്ചിങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്ന നിലയിലേക്ക് പരസ്യമായി അവരുടെ ക്ലാസ് മുറികളിലൊക്കെ ഉപയോഗിക്കത്തക്കവണ്ണം നമ്മുടെ സ്കൂൾ കലാലയങ്ങൾ അധപ്പതിച്ചു പോയത് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? പറഞ്ഞു വരുന്നത്, മലിനപ്പെട്ടുപോയി മനുഷ്യ സമൂഹം, മനുഷ്യന്റെ പ്രവൃത്തി, മനുഷ്യന്റെ ജീവിതം കളങ്കപ്പെട്ടുപോയി പാപത്താൽ. ഇത് പറയുമ്പോൾ പല കാര്യങ്ങൾ ഇതിന് പരിഹാരമായിട്ട് ആൾക്കാരെ സജസ്റ്റ് ചെയ്യാറുണ്ട്. കൗൺസിലിംഗ് സെന്ററുകളോ, ഡി അഡിക്ഷൻ സെന്ററുകളോ, അവയർനെസ് പ്രോഗ്രാംസ്, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ ഈ കാര്യം പറയട്ടെ. ശാശ്വത പരിഹാരം നൽകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. തകർന്നുപോയ ആസക്തികളാൽ നശിച്ചുപോയ ജീവിതങ്ങളെ ഒരൊറ്റ രാത്രി കൊണ്ട് മാറ്റാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമാണ്, മറ്റൊന്നിനും സാധിക്കത്തില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, അയ്യോ എൻ്റെ പ്രവർത്തികൾ പാപം നിറഞ്ഞത്, എൻ്റെ ജീവിതം എൻ്റെ ഈ അഡിക്ഷന് കൊണ്ട് തകർന്നു, എനിക്കിനി ജീവിക്കണ്ടെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിന് ശുദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് സന്ദേശം. അവന് മാത്രമേ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. വളരെ പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോട്ടെ. എങ്ങനെയാണ് യേശു ജനത്തെ ശുദ്ധീകരിച്ചത്? പറഞ്ഞു വരുന്ന കാര്യം നമുക്ക് മനസ്സിലായത്, എല്ലാവരും പാപം ചെയ്ത് എല്ലാവർക്കും ശുദ്ധീകരണം ആവശ്യമാണ്. അതെങ്ങനെയാണ് യേശു സാധ്യമാക്കിയതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. 2-ാമത്തെ അധ്യായത്തിൽ ഹൗ ഡിഡ് ജീസസ് പ്യൂരിഫൈ ദ പീപ്പിൾ, ഹൗ ഡിഡ് ഹി ഡു ഇറ്റ്? 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. 2-ാം അധ്യായം 14-ാം വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. മതി. 2 പേരെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശുദ്ധീകരിക്കുന്ന യേശുവും ശുദ്ധീകരിക്കപ്പെടുന്ന ജനവും. ഈ വാക്യത്തിൽ പറയുന്നത് ശുദ്ധീകരിക്കപ്പെടുന്ന ജനം ജഡരക്തങ്ങളോട് കൂടിയവരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി പറയാം, മനുഷ്യരെ പറ്റി പറയാം. നമ്മൾ ജഡവും രക്തം കൊണ്ടൊക്കെ നിർമ്മിക്കപ്പെട്ടവരാണ്, ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഇങ്ങനെ ജഡരക്തങ്ങളോട് കൂടിയവരായ മനുഷ്യരെ ശുദ്ധീകരിക്കേണ്ടതിന് യേശു ജഡരക്തങ്ങളോട് കൂടിയവനായി എന്നാണ് പറയുന്നത്. ആ വായിച്ച വാക്യത്തിൻ്റെ പ്രസക്തി ആകണമെങ്കിൽ യേശു ആരെന്ന് മനസ്സിലാവണം. ആരാണ് യേശു? ഇതേ ലേഖനത്തിന്റെ തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിൽ യേശുവിനെ വർണ്ണിച്ചുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത്. യേശു ആരെന്നുള്ള ഒരു നീണ്ട വിവരണം നമുക്ക് അവിടെ കാണാം. 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയായി. അവൻ ആരാണ്? സകലത്തിന്റെയും അവകാശി ആക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ആ ലോകത്തെ ഉണ്ടാക്കിയവൻ. അടുത്തത്, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും. തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്രയും. തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. മതി. വായിച്ച വാക്കുകൾ മനസ്സിലായോ? യേശു ആരാണ്? സകലത്തിന്റെയും ഉടയവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും തന്റെ വാക്കുകൊണ്ട് വഹിക്കുന്നവൻ. അതിനകത്തിൽ ഒരു പ്രയോഗം എനിക്കൊന്ന് എടുത്തു പറയണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര. ഇംഗ്ലീഷ് പരിഭാഷയിൽ എക്സാക്ട് റിപ്രസെന്റേഷൻ ഓഫ് ഹിസ് ബീയിങ്. അർത്ഥം ഇത്രേ ഉള്ളൂ: യേശു ദൈവമാണ്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, ദൈവമായിരുന്നവൻ എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കേണ്ടതിന് നമ്മളെ പോലെ, നമ്മളിൽ ഒരുവനെ പോലെ ജഡരക്തങ്ങളോടുകൂടെ ഇറങ്ങി വന്നതാണ് യേശുവിൽ കാണുന്നത്. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കണം. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. സകലത്തെയും നിർമ്മിച്ച സകലത്തിൻ്റെയും ഉടയവൻ ഇറങ്ങി വരിക. എക്സാമ്പിൾസ് ഒന്നും യേശുവിൻ്റെ ഇൻകാർണേഷന് യോജിച്ചതല്ല എന്നെനിക്കറിയാം. എങ്കിലും നമ്മുടെ ചിന്തയെ ഒന്ന് ഉണർത്താൻ വേണ്ടി ഞാൻ പറയാം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പ്രസിദ്ധരായ മഹാന്മാരായ ആരെങ്കിലും, ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ മുഖ്യ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന മഹാന്മാരായ വ്യക്തികൾ നമ്മുടെ
ചരിത്രത്തിലുണ്ട്, നമ്മുടെ ദേശത്തൊക്കെ ഉണ്ട്. അവരിൽ ഒരാൾ നമ്മുടെ ഈ ദേശത്ത് വന്ന് പാർത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെ നമുക്ക് വലിയ ആവശ്യമോ? അറിഞ്ഞോ, അയ്യോ പുള്ളി നമ്മുടെ കല്യാണി മുക്കില സെറ്റിലായി, വലിയ കാര്യത്തോടെ നമ്മൾ പറയും ഈ വീട് ആരുടെയാണെന്ന് അറിയാമോ? ഇത് ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആളുടെ വീടാ. ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓരോന്ന് പറഞ്ഞു കാണാം. നമുക്കത് വലിയ എക്സൈറ്റ്മെന്റ്. നിങ്ങൾ ഇന്ന് നമ്മളിപ്പോൾ ചിന്തിക്കാനുള്ള ബന്ധത്തിൽ അതൊന്ന് ചിന്തിച്ചേ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? The greatest miracle is the creator entering his creation. സൃഷ്ടിതാവ് തന്റെ സൃഷ്ടിയിലേക്ക് ഇറങ്ങി വന്നതാണ് യേശുവിൽ നമ്മൾ കണ്ടത്. യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് താൻ പറയുന്നത് 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. ആരാ ഈ വചനം ജഡമെടുത്ത് പാർത്തത്? ആദി മുതലേ ഉണ്ടായിരുന്ന, ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന, ദൈവമായിരുന്ന ദൈവത്തിന്റെ പുത്രൻ ജഡമെടുത്തിറങ്ങിയതാണ് യേശു ക്രിസ്തു. അതല്ലേ പൗലോസ് പറഞ്ഞത്? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ പ്രകൃതിയിൽ ഇറങ്ങി വന്നത് യേശു ക്രിസ്തുവാണ്. പാട്ടുകാരൻ മനോഹരമായ നിലയിൽ നമ്മുടെ ഇടയിലൊക്കെ പാടുന്നൊരു പാട്ടുണ്ടല്ലോ: പരമസമ്പന്നൻ ഈ ധരണിയിൽ ഏറ്റവും ദരിദ്രനായി ഇറങ്ങി വന്നു. ഈ ഭൂമിയെ മുഴുവനും സൃഷ്ടിച്ചവനെ തലചായിക്കാൻ ഒരു ഇടമില്ലാത്ത നിലയിൽ ഇറങ്ങി വന്നത്, തന്നെ താൻ ചുരുക്കി മനുഷ്യനായി ഇറങ്ങി വന്നതാണ് യേശുവിൽ നമ്മൾ കാണുന്നത്. പറഞ്ഞു വരുന്നത്, എന്നെയും നിങ്ങളെയും പാപത്താൽ മലിനപ്പെട്ടുപോയ സകല മനുഷ്യരുടെയും ശുദ്ധീകരണത്തിനു വേണ്ടി സ്വർഗത്തിലെ മഹിമകൾ വിട്ട്, സ്വർഗത്തിലെ സ്ഥാന മഹിമകൾ വിട്ട് ദൈവമായിരുന്നവൻ മനുഷ്യനായി ഇറങ്ങി വന്നു ശുദ്ധീകരിക്കാൻ വേണ്ടി. അവിടെയും തീർന്നില്ല. മനുഷ്യനായി ഇറങ്ങി വന്ന് താൻ ചെയ്തതെന്തെന്ന് നമ്മൾ നോക്കണം. 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 9-10 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. വാട്ട് ഡിഡ് ഹി ഡു നെക്സ്റ്റ്? ദൈവമായിരുന്നവൻ മനുഷ്യനായി ഇറങ്ങി. എന്നിട്ട് താൻ ചെയ്തത് അവിടെ എഴുതിയിട്ടുണ്ട്. 9-10 വാക്യങ്ങൾ ഒന്ന് വായിക്കണമേ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. 9-10 വാക്യങ്ങളിൽ 2 കാര്യം. 10-ാം വാക്യത്തിൽ പറയുന്നത് രക്ഷാനായകൻ യേശുക്രിസ്തുവിനെ പറ്റി പറയാ. യേശുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് കണ്ടു. 9-ാം വാക്യത്തിൽ പറയുന്നത് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. യേശുവിൻ്റെ കഷ്ടാനുഭവവും യേശുവിൻ്റെ മരണത്തെപ്പറ്റി പറയാ. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, പ്രത്യേകിച്ചും തൻ്റെ മരണത്തോടടുക്കുന്ന മണിക്കൂറുകൾ, വളരെ വിശദമായ വിവരണം സുവിശേഷ പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എല്ലാം വായിച്ച് പറയാനുള്ള സമയം ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല. സുവിശേഷങ്ങളിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ, പാഷൻ ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അവസാനത്തെ മണിക്കൂറുകളുടെ വിവരണങ്ങളാണ്. നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ വന്ന് കാണും. തലേരാത്രിയിൽ തൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യന്മാരുമായി താൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ശിഷ്യന്മാരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഹ്വാനം കൊടുത്ത താൻ മുന്നോട്ട് ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കറിയത്തില്ലേ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഇഷ്ടം പോലെ
സംഭവിക്കട്ടെ. ആവർത്തിച്ച് താൻ ആ പ്രാർത്ഥന വാചകം ദൈവസന്നിധിയിൽ പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയാണ് വന്നത്. അന്ന് രാത്രിയിൽ താൻ അനുഭവിക്കുന്ന വേദന എന്താ? സകല മനുഷ്യരുടെയും പാപമറിയാത്ത പരിശുദ്ധന്റെ മേൽ ചുമത്തി. ആ പാപഭാരമാണ് യേശുവിന്റെ മേൽ വരുന്നത്. ആ തോട്ടത്തിൽ നിന്ന് പടയാളികൾ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി മാറി മാറി വിസ്തരിച്ചു. കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ട് കാര്യമായ വീഴ്ച, തെറ്റ് അവർക്ക് പറയാനില്ല. ഞാനൊരു കുറ്റവും കാണുന്നില്ലെന്ന് അന്നത്തെ ഗവർണർ പിലാത്തോസ് പറഞ്ഞു. പക്ഷെ ജനത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി താൻ ഒരു തീരുമാനമെടുത്തു. ഒരു കാര്യം ചെയ്യാം, അവനെ അടിച്ചിട്ട് വിട്ടയക്കാം. അങ്ങനെ യേശുവിനെ അടിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അന്നത്തെ രീതി അനുസരിച്ച് ഈ കുറ്റവാളിയെ ഒരു തടി കഷ്ണത്തിലേക്ക് കെട്ടിയിട്ട് രണ്ട് സൈഡിലും നിന്ന് പടയാളികൾ ശക്തമായി ചാട്ടവാറുകൾ കൊണ്ടടിക്കും. അതിൻ്റെ വിവരണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ്. ഓരോ അടി കൊള്ളുമ്പോഴും ശരീരത്തിലെ മാംസകഷ്ണങ്ങൾ പറഞ്ഞു പോകും. യഹൂദന്മാരുടെ നിയമമനുസരിച്ച് 39 അടി, 40 കൂടുതൽ അടിക്കാൻ പാടില്ലെന്ന് അവർക്കുണ്ട്. പക്ഷെ ഇത് റോമൻ പടയാളികളാ. അവർ ഈ നിയമമൊന്നും പാലിച്ചു കാണത്തില്ല. അവരുടെ സകല ദേഷ്യവും തീരുവോളം യേശു കർത്താവിനെ അടിച്ച്, ചരിത്രത്തിലൊക്കെ പറയുന്നത് അങ്ങനെ അടികൊള്ളുമ്പോൾ ആവർത്തിച്ചടികൊള്ളുന്നതിനാൽ ഇന്റേണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങൾ പോലും കാണുന്ന നിലയിലേക്ക് ആ ശരീരത്തെ തകർത്ത് കളഞ്ഞു. തീർന്നില്ല, മുള്ളുകൊണ്ടുള്ളൊരു കിരീടമുണ്ടാക്കി ഈ യേശു കർത്താവിൻ്റെ തലയിൽ വെച്ച് അടിച്ച് തലയിലേക്ക് ഇറക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ചും വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വാക്ക് ഇങ്ങനെയാണ്: അടിക്കാൻ വേണ്ടി പിലാത്തോസ് വിധിച്ച് അവനെ അയച്ചു. യേശു മടങ്ങി വരുമ്പോൾ, അടിയേറ്റവനായി മടങ്ങി വരുന്ന സമയത്ത് പീലാത്തോസ് ജനത്തിന്റെ മുമ്പിൽ യേശുവിനെ കൊണ്ടു നിർത്തിയിട്ട് പറയുന്നൊരു വാക്കുണ്ട്: ഹിയർ ഈസ് ദ മാൻ. ഇതാ ആ മനുഷ്യൻ. പല നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാം. എങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്തുകൊണ്ടാ പീലാത്തോസ് അങ്ങനെ പറഞ്ഞത്? ഇതാ ആ മനുഷ്യൻ എന്ന് പറയാൻ കാരണം എന്താ? അടിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അവനൊരു മനുഷ്യരൂപമായിരുന്നു. പക്ഷെ അടി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവന്റെ മുഖം, അവന്റെ ശരീരം വികൃതമായി പോയി. അതല്ലേ വർഷങ്ങൾക്ക് മുൻപ് 700-800ഓളം വർഷങ്ങൾക്ക് പുറകിൽ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ഇതിനെ കണ്ടിട്ടല്ലേ പറഞ്ഞത്? അവനെ കണ്ടാൽ ആകർഷിക്കത്തക്കവണ്ണം സൗന്ദര്യമില്ല, അവനെ തകർത്ത് കളഞ്ഞു. ഈ കല്യാണി മുക്ക് ദേശത്തോട് പരിചയപ്പെടുത്തുകയാണ്: ഇതാ ആ മനുഷ്യൻ, എന്റെയും നിങ്ങളുടെയും പാപത്താൽ മലിനപ്പെട്ടു പോയ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി തകർക്കപ്പെട്ട യേശുവിനെ ഈ ദേശം കാണാതെ പോകല്ലേ. അവിടെ തീർന്നില്ല. അതിനുശേഷവും ആ അടിയേറ്റവനായ യേശുവിനെ ജനത്തിന്റെ ആരവാരം, അവനെ ക്രൂശിക്കുക, വിട്ടയക്കണമെന്നൊക്കെ ആഗ്രഹം പീലാത്തോസിനുണ്ടെങ്കിലും സാധിച്ചില്ല. അവനെ ക്രൂശിന് വിധിച്ചു, ക്രൂശുമരണത്തിന് വിധിച്ചു. ക്രൂശുമരണത്തിന്റെ വിവരണം ഞാൻ ഇപ്പോൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടെ, മനുഷ്യ ചരിത്രത്തിൽ പല നിലകളിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉണ്ട്. നമ്മുടെ രാജ്യത്തിൽ തൂക്കുകയറാണ്, ചില രാജ്യങ്ങളിൽ തല വെട്ടുകയാണ്, പല നിലകളിലുണ്ട്. പക്ഷെങ്കിൽ മനുഷ്യ ചരിത്രത്തിലെ
ഏറ്റവും ക്രൂരമായ മരണശിക്ഷ ക്രൂശുമരണമാണ്. മണിക്കൂറോളം ഈ മനുഷ്യൻ, ഈ കുറ്റവാളി ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കും. ശ്വാസം കിട്ടാതെ കഠിന വേദനയിൽ കൂടെ താൻ കടന്നുപോയാണ് മരിക്കുന്നത്. ആ ക്രൂശു മരണം യേശു ഏറ്റെടുക്കുക. സുവിശേഷങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: യേശു മരിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ പടയാളികളിൽ ഒരുവൻ തൻ്റെ മാറിലേക്ക് കുന്തം കൊണ്ട് കുത്തുമ്പോൾ രക്തവും വെള്ളവും വന്നു. അവസാന തുള്ളി രക്തം വരെയും കാൽവറിയിൽ ഊറ്റിയതെന്തിനാ? മലിനപ്പെട്ടുപോയ പാപിയെ, മലിനപ്പെട്ടുപോയ മനുഷ്യ, നിന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് കാൽവറിയിൽ പരമയാഗമായി അവൻ തീർന്നത്. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. വൈ? ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് കോടതികളിലെ വിധിയുണ്ട്. അവൻ പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, പാപം അവനിൽ ഇല്ല എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഒരു പാപവും ചെയ്യാത്തവൻ എന്തിനു വേണ്ടി മരിച്ചു? യേശുവിൻ്റെ മരണം എന്തിനായിരുന്നു? ഇത് മനസ്സിലാക്കാതെ പോകല്ലേ, ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. വൈ? എന്തുകൊണ്ട്? നമ്മൾ വായിച്ച അധ്യായത്തിലെ ഒരു പ്രയോഗം, 2-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് നോക്കണം. 2-ാം അധ്യായം 9-ാം വാക്യം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ. ശ്രദ്ധിക്കണമേ, യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത, ഈ മരണം എല്ലാവർക്കും വേണ്ടിയുള്ള മരണമാ. അർത്ഥം, അതൊരു പകരമരണമാണ്. സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത്. എന്റെയും നിങ്ങളുടെയും മനുഷ്യനായി പിറന്ന സകലരുടെയും മരണത്തിന്റെ ശിക്ഷയാണ് യേശു എടുത്തു നീക്കിയത്. വിശുദ്ധ ബൈബിൾ പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അങ്ങനെയാണെങ്കിൽ മനുഷ്യനായി പിറന്നവൻ, പാപം ചെയ്ത, ജീവിതത്തെ പാപത്താൽ മലിനപ്പെട്ട എൻ്റെ മുൻപിൽ ഇനി വഴിയില്ല. മരണശിക്ഷയാണ്, മരണത്തിലേക്കാണ് മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷെ ദൈവം ഒരു വഴി തുറന്നിട്ട്, എങ്ങനെയാ? അവിടുത്തെ പുത്രനെ അയച്ചിട്ട് എൻ്റെ മേലുണ്ടായിരുന്ന മരണശിക്ഷ താൻ ഏറ്റെടുക്കുകയാ. കാൽവറിയിൽ നോക്കുമ്പോൾ യേശുവാണ് തൂങ്ങിയത്, പക്ഷേ ആ സ്ഥാനം നമ്മൾ മരിക്കേണ്ടതായിരുന്നു. അത് പകരമരണമാ, പകരമരണം. മറ്റൊരു പ്രയോഗം കൂടി ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. പകരമരണം, എല്ലാവർക്കും വേണ്ടിയുള്ള മരണം. 2-17-ാമത്തെ വാക്യം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് മതി. ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, പ്രായശ്ചിത്തം വരുത്തുവാൻ. പ്രായശ്ചിത്ത മരണം. എന്താണ് പ്രായശ്ചിത്തം? പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞു, പാപം ദൈവത്തോടുള്ള മത്സരമാണ്. പാപം ദൈവത്തോടുള്ള ധിക്കാരമാണ്. പാപി ദൈവത്തിന്റെ ശത്രുവാണ്. സകല മനുഷ്യരും പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും ദൈവത്തോട് ശത്രുതയായി തീർന്നു. സകല മനുഷ്യരുടെ മേലും ദൈവത്തിന്റെ കോപമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദൈവ കോപത്തിന് പരിഹാരമാണ് യേശുവിൻ്റെ മരണത്തിൽ സംഭവിച്ചത്. എൻ്റെ മേലേക്ക് വരണ്ട ദൈവത്തിൻ്റെ കോപത്തെ താൻ സ്വന്തം ശരീരത്തിലെടുത്ത് മരണത്താൽ നീക്കി നമ്മളെ സ്വതന്ത്രമാക്കി തീർത്തതാണ് കാണുന്നത്. പറഞ്ഞു വരുന്ന കാര്യം, യേശു എങ്ങനെയാണ് ശുദ്ധീകരിച്ചതെന്നാണ് പറയുന്നത്. ശുദ്ധീകരിക്കാൻ ഒരുവനെ കഴിവുള്ളൂ, അത് യേശു കർത്താവാണ്. താൻ സ്വർഗത്തിലെ മഹിമ വിട്ട് മനുഷ്യനായി ഇറങ്ങി കഠിനമായ പീഡനയിൽ കൂടെ കടന്നുപോയി മരണം വരിച്ച് ആ മരണത്തിൽ കൂടെ നമ്മളെ ശുദ്ധീകരിക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത്. ബൈബിളിലെ ചില വാക്യങ്ങൾ ഞാൻ ഇവിടെ കോട്ട് ചെയ്യാം.
സുവിശേഷങ്ങളിൽ, ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്ന ചില വാക്യം ഇങ്ങനെയാണ്: അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ വിശ്വസ്തനും നീതിമാനുമാണ്. ഇന്ന് രാത്രിയിൽ, ഈ 4ാമത്തെ രാത്രിയിലും കാൽവറിയിൽ ചിന്തിയ യേശുവിന്റെ രക്തത്തിന് ഇന്നും പാപത്തെ കഴുകാൻ, ജീവിതങ്ങളെ ശുദ്ധീകരിക്കാൻ ശക്തിയുണ്ട്. There is power in the blood of Jesus. എന്റെ കേൾവിയിൽ, ഈ പന്തലിനകത്തോ പുറത്തുമായി ജീവിതം മലിനപ്പെട്ടുപോയി. എന്റെ പാപം, എന്റെ പ്രവൃത്തി, എന്റെ ചിന്ത, എന്റെ നോട്ടം. യേശു സ്നേഹിത നിനക്ക് വേണ്ടിയാണ് കാൽവറിയിൽ യാഗമായത്. ഇന്ന് രാത്രിയിൽ ശുദ്ധീകരണം എനിക്ക് ആവശ്യമുണ്ടെന്ന് ഏറ്റുപറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ശുദ്ധീകരിക്കുന്നവന്റെ സാന്നിധ്യം ഈ ദേശത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രഹസ്യമായിട്ടാകാം പരസ്യമായിട്ടാകാം ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ ക്ഷമിക്കപ്പെടുമോ? എന്റെ പാപം, എനിക്കിനി ഒരു മടങ്ങി വരവുണ്ടോ? എന്റെ ജീവിതം തീർന്നു, എന്നോട് ദൈവം ഇനി ക്ഷമിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? കൽവറിയിലേക്ക് നോക്കണം. തന്റെ കരത്തിൽ ആണിയടിച്ച, തന്റെ കാലിൽ ആണിയടിച്ച, ചാട്ടവാറുകൊണ്ട് തന്റെ ശരീരം തകർത്ത് കളഞ്ഞ ആ പടയാളികളെ നോക്കി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അവർ ചെയ്ത എന്തെന്നറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. കയ്യിലാണിയടിച്ച, കാലിലാണിയടിച്ച ആ പടയാളികളോട് ക്ഷമിച്ച ദൈവത്തിന്റെ പുത്രൻ എന്നെയും നിങ്ങളെയും പാപം എത്ര കടുംചുമപ്പായാലും ശുദ്ധീകരിക്കുന്നവൻ, അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ പന്തലിലുണ്ട്. നമ്മുടെ സമയം മുന്നോട്ട് പോവുകയാണ്. ഞാൻ അതിവേഗത്തിൽ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്താണ് പ്രയോജനം ഈ ശുദ്ധീകരണത്താൽ? എന്താണ് എനിക്ക് പ്രയോജനം? ഫലം എന്താ? നമ്മുടെയൊക്കെ വാക്കിൽ ചിലപ്പോൾ ചോദിക്കും, വിശ്വാസത്തിലേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിയവരൊക്കെ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. ബന്ധിക്കോസിൽ പോയിട്ട് നിനക്ക് എന്നോ കിട്ടി, ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വന്നാൽ എന്നോ കിട്ടും. സുവിശേഷ പ്രസംഗത്തിന്റെ അവസാനത്തെ നിമിഷമായത്. ഞാൻ വ്യക്തമായിട്ട് 3 കാര്യം ഈ അധ്യായത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. വ്യാജമായ ഒരു പ്രോമിസും എനിക്ക് തരാനില്ല. പക്ഷെങ്കിൽ വചനം പറയുന്ന നിലനിൽക്കുന്ന ചില ഉറപ്പ്, പ്രോമിസ്, പ്രയോജനമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോലെ. വായിച്ച വാക്യം ഒന്നും കൂടെ വായിക്കണം. കുറിവാക്യത്തിലേക്ക് തന്നെ മടങ്ങി വരാം. 2:11. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. മതി. നമ്മൾ ആദ്യം നോക്കിയത് വിശുദ്ധീകരിക്കുന്നവൻ, വിശുദ്ധീകരിക്കപ്പെടുന്നവർ. മനസ്സിലായി? യേശുവാണ്, ജനത്തെയാണ്, മനുഷ്യനെയാണ് ശുദ്ധീകരിച്ചത്. ഇനിയും ഈ ശുദ്ധീകരണത്താൽ ഉണ്ടാകുന്ന പ്രയോജനം എന്താ? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ 2 പേർക്കും ഒരുവനല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗമായി തീരുക. എന്താ യോഗ്യത? ഒരു യോഗ്യതയും പറയാനില്ല. മലിനപ്പെട്ടു പോയവരാ, പാപത്തിൽ പുളയുന്നവരാ. പക്ഷെങ്കിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കാൻ നമ്മളെ വിളിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ഈ സുവിശേഷത്തിന്റെ സന്ദേശം
ചിലരെ കൂടെ ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കാൻ സുവിശേഷം നിന്നെ വിളിക്കുന്നു. The gospel is calling you tonight. ഇന്ന് രാത്രി സുവിശേഷം വിളിക്കുക. സുഹൃത്തെ, സ്നേഹിത, പല ആവർത്തി കേട്ടു. ഇത് മതം മാറ്റുന്ന സന്ദേശമല്ല, ഇത് പെന്തക്കോസ്തിൽ ആളെ കൂട്ടാനല്ല, ഇത് ദൈവത്തിന്റെ കുടുംബത്തിലേക്കുള്ള ക്ഷണനമാണ്. വിശുദ്ധ ബൈബിൾ ഇതിനെ വിളിക്കുന്നത് വീണ്ടും ജനനമെന്ന. വീണ്ടും ജനനം, born again. മനുഷ്യരായി നമുക്കൊരു ജനനം ഉണ്ടായി, പക്ഷെ അത് പോരാ, വീണ്ടും ഒരു ജനനം. എങ്ങോട്ടാ അത്? ദൈവത്തിന്റെ കുടുംബത്തിലേക്കുള്ളൊരു ജനനം. വിശുദ്ധ ബൈബിളിലെ ചില വാക്യങ്ങൾ ഞാനൊന്ന് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അടുത്ത വാക്യം അവിടെ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നുള്ളൊരു ജനനം. കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിൽ ഒരു മനുഷ്യന്റെയും പ്രവൃത്തിയല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ജനത്തിന്റെ ഹൃദയത്തിൽ ചെയ്തു പോയ പാപത്തിന്റെ ബോധം പരിശുദ്ധാത്മാവ് വിടുമ്പോൾ, എനിക്കൊരു രക്ഷകനെ വേണം, എനിക്കൊരു ശുദ്ധീകരണം വേണമെന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിനെ മുറുകെ പിടിക്കുന്ന ചിലരുടെ ഹൃദയത്തിൽ പുതിയൊരു ജനനം സംഭവിക്കും. അത് ദൈവത്തിന്റെ കുടുംബത്തിലേക്കുള്ളൊരു ജനനമാണ്. ഹല്ലേലൂയ. ആൾക്കാരൊക്കെ പൊതുവെ നമ്മുടെ ഇടയിൽ കുടുംബത്തിന്റെ പേരിൽ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. ഞങ്ങൾ ഇന്ന കുടുംബത്തിലാന്ന് പറയുമ്പോഴത്തേന് രണ്ടടിയും കൂടെ ഉയരം കൂടും. We belong to this family. ഞങ്ങൾ ഇന്ന കുടുംബം. കുടുംബം ഏതുമായിക്കോട്ടെ, ചോദ്യം ഇതാ: ദൈവത്തിന്റെ കുടുംബക്കാരായോ? അതിന്റെ മറു സൈഡിലൂടെ ഞാൻ പറയാം. ചിലർക്കൊക്കെ ഇന്ന കുടുംബത്തിലെയാണെന്ന് പറയാൻ ലജ്ജയാ. കാരണം ചിലപ്പം കുടുംബത്തിൽ ആരെങ്കിലും ചെയ്ത ചില കാര്യങ്ങൾ നിമിത്തമാകാം, അല്ലെങ്കിൽ പൂർവികന്മാർ ചെയ്ത ചില കൊള്ളരുതായ്മ നിമിത്തമാകാം. ഇന്ന കുടുംബം, അവൻ ഇന്നടത്തെയാന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരിക്കും, മാറ്റി നിർത്താറുണ്ടായിരിക്കും. പക്ഷെങ്കിൽ ഈ ശുദ്ധീകരണത്താൽ ഒരു വേർകൃത്യവുമില്ലാതെ ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാകാൻ സുവിശേഷം നിങ്ങളെ ക്ഷണിക്കുന്നു. അതല്ലേ ഈ പന്തലിൽ കാണുന്നേ, അതല്ലേ ദൈവസഭകളിൽ കാണുന്നേ വ്യത്യസ്ത കുടുംബക്കാരാ. പക്ഷെ ഇന്ന് ഒരുമിച്ച് കൂടാൻ കാരണം we belong to the Father. നമ്മുടെ പിതാവ് ഒരുവനാണ്. സുവിശേഷം സുഹൃത്തെ നിങ്ങളെ വിളിക്കുക, ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാകാനുള്ള ശരണം. രണ്ടാമത്തെ പ്രയോജനം: ഒന്ന്, ദൈവത്തിന്റെ കുടുംബക്കാരാകാം. രണ്ട്, രണ്ടാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിലേക്ക് ഒന്ന് കടന്നു വരണമേ. രണ്ടാം അധ്യായം 14-15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു. രണ്ട് കാര്യമാണ് ആ വാക്യത്തിൽ. ശുദ്ധീകരിക്കപ്പെടുന്നതിലൂടെ, ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാകുന്നതിലൂടെ എന്ത് ലഭിക്കും? ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം. എന്തിൽ നിന്ന്? പാപി പിശാചിന്റെ അടിമയാണ്. പാപം അടിമത്തമാണ്. അതിന്റെ ഇഷ്ടം, പിശാച് തന്റെ ഇഷ്ടം ആ അടിമയിൽ കൂടെ പ്രവർത്തിച്ചോണ്ടേയിരിക്കും. ഇന്ന് രാത്രിയിലും ഈ സുവിശേഷത്തിന്റെ കേൾവിയിൽ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? യേശുവിനെ രക്ഷിതാവായി ക്ഷണിക്കുന്നതിലൂടെ നാളുകളായി പുറത്തു വരാൻ കഴിയാത്ത
പാപ സ്വഭാവത്തെ മുറിച്ച് സ്വാതന്ത്ര്യം നൽകാൻ ഈ സന്ദേശത്തിന് കഴിയും. പുറത്തു വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, തീരുമാനം പലതും എടുത്തു. പക്ഷേ ആവർത്തിച്ച് ഒരേ പാപത്തിൽ ഒരേ മ്ലേച്ഛതയുടെ അടിമയായി തീരുന്നെങ്കിൽ ഇന്ന് രാത്രി സ്വാതന്ത്ര്യം നൽകാൻ സുവിശേഷത്തിന് കഴിയും, യേശുവിന് കഴിയും, യേശുവിന് കഴിയും. ഈ സന്ദേശം കെട്ടിമുറുക്കിയിരിക്കുന്ന ചങ്ങലയിൽ നിന്ന് സ്വാതന്ത്ര്യം ജനഹൃദയങ്ങളിൽ നൽകട്ടെ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായി. അവിടെ തീർന്നിട്ടില്ല, അതിനോടൊപ്പം ചേർന്ന് പറയുന്നതാണ് മരണത്തിന്റെ അധികാരിയായ പിശാച് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നതാണ് ജീവപര്യന്തം മരണഭീതി. മരണഭീതിയുണ്ടോ? എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. പക്ഷേ ചിലർക്കുണ്ടല്ലോ, മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കുമ്പോൾ തന്നെ മരണത്തിൻ്റെ ഭീതി. ഞാനിത് വെറുതെ ഉണ്ടാക്കി പറയല്ല. ഞാൻ ഈ 1-2 ദിവസത്തിൻ്റെ പുറകിൽ എന്നെ ഒരാൾ പാസ്റ്റർ ഒന്ന് വന്ന് കാണണം, എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സംസാരിക്കാൻ പോയപ്പം ആ സഹോദരി പറയുന്ന ഇതാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, മരണപ്പെടുമോ എന്നുള്ള പേടിയാ, മരണമെന്ന് കേൾക്കുമ്പോഴേ ഭയമാണ്. ഇന്ന് ഈ സുവിശേഷത്തിന്റെ സന്ദേശം നൽകുന്ന പ്രത്യാശ മനസ്സിലാക്കണം. ഉലകത്തിൽ മറ്റൊരു സന്ദേശത്തിനും നൽകാൻ പറ്റാത്ത മരണത്തിനപ്പുറത്തുള്ള പ്രത്യാശ സുവിശേഷത്തിന് മാത്രമാണ്. ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായാൽ, ജീവിതം ശുദ്ധീകരിക്കപ്പെട്ട് ദൈവ കുടുംബത്തിന്റെ അംഗമായാൽ, we no longer fear death. മരണത്തെ നമുക്ക് പേടിയില്ല. കാരണം എന്താ? കാരണം ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ ജീവിതമാണ് അതിനുള്ള ഉറപ്പ്. യേശുവിന്റെ മരണം വരെ ഞാൻ മുമ്പേ വിവരിച്ചല്ലോ, പെട്ടെന്നായിരുന്നു. എങ്കിലും മരണത്തിന് ശേഷം യേശുവിനെ ഒരു കല്ലറയിൽ കൊണ്ടടക്കി. കല്ലറയുടെ വാതിക്കൽ വലിയൊരു കല്ല് കൊണ്ടടച്ചു. റോമാക്കാരുടെ മുദ്ര പതിപ്പിച്ച് റോമൻ പടയാളികളുടെ സെക്യൂരിറ്റിയെ നിർത്തി, ഇവന്റെ ശരീരം കൊണ്ടുപോകല്ലേ, ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്താൻ ഇങ്ങനെ കല്ലറ സെക്യൂർ ആക്കി. പക്ഷെ സംഭവിച്ചത് കേൾക്കണോ? 3-ാമത്തെ ദിവസം മരണത്തെ തോൽപ്പിച്ച് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റവനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്തുവാ പ്രത്യാശ? അവനിൽ വിശ്വസിക്കുന്നവർ അവൻ ഉയർത്തതുപോലെ മരണത്തെ തോൽപ്പിച്ച് ഉയർക്കുമെന്നുള്ള പ്രത്യാശ ഈ കുടുംബത്തിന്റെ അംഗങ്ങളുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. Gospel is calling us. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു മരണമാണ്. സുഹൃത്തെ, സ്നേഹിത, നീ മരിക്കും, എല്ലാവരും മരിക്കും. ചെയ്ത എല്ലാ വൻ കാര്യങ്ങളും ഇട്ടേച്ചു പോകേണ്ടി വരും. നേടിയതെല്ലാം ഇട്ടേച്ചു പോകേണ്ടി വരും. ആ മരണമെന്ന് പറയുന്ന ശത്രു എന്നാണ് നമ്മളെ തേടി വരുതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി തിരിച്ച് ഭവനത്തിൽ ചെല്ലുമെന്നൊന്നും ആർക്കും ഉറപ്പില്ല. പക്ഷെ സുവിശേഷത്തിന് ഹൃദയം കൊടുത്തിട്ടുണ്ടെങ്കിൽ, യേശു രക്ഷിതാവായി ഹൃദയത്തിൽ വാണിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമായിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ മരിച്ചു വീണാൽ ഞാൻ യേശുവിൻ്റെ സന്നിധിയിലേക്കാണെന്നുള്ള പ്രത്യാശയാണ് ഈ സുവിശേഷത്തിന് നൽകാനുള്ളത്. നിങ്ങളൊരു നിമിഷം ഓർത്തു നോക്കിക്കേ. മുമ്പേ നമ്മൾ പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ ഇതൂടെ വെച്ച് ചിന്തിച്ചേ. നമ്മൾ പറയുന്ന കുടുംബത്തിന്റെ മഹിമയും ഈ ലോകത്തിലെ എല്ലാ കുടുംബത്തിന്റെ മഹിമയും എവിടെ കൊണ്ട് തീരും? കല്ലറ കൊണ്ട് തീരും, മരണം കൊണ്ട് തീരും. വിവാഹ ഉടമ്പടിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കല്യാണം കഴിച്ചവരാണല്ലോ നമ്മളിൽ പലരും. ഉടമ്പടിയിൽ എന്തോ പറയുന്നത്? മരണം നമ്മെ എന്ന് പറഞ്ഞ മരണത്തോടെ കുടുംബത്തിന്റെ ബന്ധങ്ങളെല്ലാം തീരും.
പക്ഷെ മരണത്താൽ മറയാത്ത, മരണത്താൽ നീങ്ങാത്ത നിത്യമായ ഒരു ബന്ധത്തിലേക്ക് വിളിക്കുക. സുവിശേഷത്തിന് നൽകാനുള്ളതാണ്. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് എൻ്റെ സന്ദേശത്തെ അവസാനിപ്പിക്കാം. ഒന്ന്, പാപത്തിൻ്റെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മരണത്തിന്റെ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളാകാനുള്ള ക്ഷണനം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ വായിച്ച് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കും. 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കണമേ. 2:10. സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. മതി. അതിനകത്തിൽ ഒരു പ്രയോഗമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ എന്തുവാ സുവിശേഷത്തിൽ കൂടെ ലഭിക്കുന്നത്? ഒരു തേജസ്സിലേക്ക് നടത്തും. ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി ഇറങ്ങി വന്നത് മനുഷ്യനെ ദൈവത്തിന്റെ മക്കളാക്കാൻ വേണ്ടിയാണ്. ആ തേജസ്സിലേക്ക് നടത്താൻ വേണ്ടിയാണ്. വാക്യം ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ആര്? യേശു കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഇന്ന് സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിതാ സുഹൃത്തെ, അവൻ പ്രത്യക്ഷനാകുന്ന ഒരു നാളുണ്ട്. എന്നെ ശുദ്ധീകരിച്ച, എന്നെ ദൈവ കുടുംബത്തിന്റെ ഭാഗമാക്കിയ യേശു കർത്താവ് പ്രത്യക്ഷനാകുന്ന ഒരു നാളുണ്ട്. അന്ന് ഞാൻ അവനെ പോലെയാകും. ആ തേജസ്സിലേക്കാണ് കർത്താവ് നമ്മളെ നയിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവരാണെങ്കിലും ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണെങ്കിലും ഒരുമിച്ച് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർക്കുമെന്നുള്ള തേജസ്സിൻ്റെ സുവിശേഷം മനസ്സിലാക്കാതെ പോകല്ലേ. ഞാൻ എൻ്റെ സന്ദേശത്തെ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാം. എങ്കിലും 1-2 മിനിറ്റിൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ ഒന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഈ സന്ദേശം മനസ്സിലാകാതെ ആരും ഇവിടുന്ന് പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഗോസ്പൽ ഇന്ന് രാത്രിയിലും സുവിശേഷം ക്ഷണിക്കുക, ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ. ഗാനങ്ങൾ പാടുന്ന സഹോദരന്മാർ മുന്നോട്ട് വരാമോ? നമുക്കറിയാവുന്നൊരു ഗാനം ചേർന്ന് പാടണം. സന്ദേശത്തെ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പാപത്താൽ മലിനപ്പെട്ടുപോയ സകല മനുഷ്യനെയും ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ ഒരു ക്ഷണനമാണ് ഗോസ്പൽ. ഇന്ന് രാത്രിയിലും സുവിശേഷം വിളിക്കുകയാണ്. എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ ഒരു കർമ്മം കൊണ്ടോ എനിക്ക് ദൈവപ്രസാദം നേടാൻ കഴിയാതിരിക്കുമ്പോൾ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരുവൻ ഇറങ്ങി വന്നു. That is Jesus. സ്വർഗത്തിലെ സകല മഹിമയും വിട്ട് മനുഷ്യനായി ഇറങ്ങി വന്നവൻ എന്തിനു വേണ്ടി? കഷ്ടമനുഭവിച്ച് കാൽവറിയിൽ യാഗമാകുന്നതിലൂടെ. അത് പകരമരണമായിരുന്നു. എന്റെ സ്ഥാനം അവൻ എടുത്തു. പ്രായശ്ചിത്ത യാഗമായിരുന്നു. ദൈവവുമായിട്ടുണ്ടായിരുന്ന ശത്രുത നീക്കി ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് എന്നെ ക്ഷണിച്ചതാണ്. ഈ പാട്ടിൻ്റെ വരികൾ പാടിയാൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞ സന്ദേശത്തെ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാട്ടാണ്. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ
നിണം ചിന്തി. മരണത്താൽ മറയാത്ത മകൾ സ്നേഹ പ്രഭയാൽ പിരിയാത്ത ബന്ധം. ഈ സന്ദേശത്തിൻ്റെ അവസാന നിമിഷം നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച്, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ശുദ്ധീകരിക്കുന്നവനും പിതാവ് ഒരുവനത്രേ. ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച്, എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച്. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ കൂട്ടത്തിലോ ഈ ശബ്ദപരിധിയിലോ കർത്താവേ, എൻ്റെ ജീവിതം മലിനപ്പെട്ടു പോയി, എൻ്റെ ജീവിതം തകർന്നു പോയി, എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്, എന്നെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം കളങ്കപ്പെട്ടു പോയ, തകർന്നുപോയ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രാർത്ഥനകൾക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്നവർ, ആഗ്രഹമുള്ളവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ട്. ദൈവത്തിൻ്റെ കരം നമ്മുടെ മധ്യത്തിൽ ചലിക്കുന്നുണ്ട്. ആ പിതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ പിതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കുടുംബത്തിൻ്റെ ഭാഗമായവരുടെ ഉള്ളിൽ അടങ്ങാത്ത പ്രത്യാശ, മരണത്താൽ മറയാത്ത ആ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാം. മീണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാം. നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മനുവേലിൻ നീളം ചിന്തി, മനുവേലിൻ നീളം ചിന്തി, മനുവേലിൻ നീളം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ആ ശുദ്ധീകരണം ആവശ്യമുണ്ട്. ഞാൻ അങ്ങയിൽ നിന്ന് ദൂരേക്ക് പോയി, എൻ്റെ ജീവിതം മലിനപ്പെട്ടു പോയി, എന്നെ ഒന്ന് കഴുകണമേ. പാപത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അടിമയായി പോയി എന്നെ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ കുടുംബത്തിൻ്റെ ഭാഗമാക്കി എന്നെ തീർക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്താം. ഇന്ന് രാത്രിയിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ചില പേരുകൾ കൂടി ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായി തീരുന്നൊരു രാത്രിയായി ഇത് തീരട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ സമയത്ത് കരങ്ങളെ ഉയർത്താം. രോഗസൗഖ്യങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ. പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷത്തെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവർത്തികളാൽ സുവിശേഷത്തെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ പന്തലിന്റെ അകത്ത് ഈ നിമിഷം സംഭവിക്കട്ടെ. സ്വർഗീയ നല്ല പിതാവേ, അർഹതയില്ലാത്ത സ്ഥാനത്ത് മലിനപ്പെട്ടു പോയ ഞങ്ങളെ രക്ഷിക്കാൻ അവിടുത്തെ പുത്രനെ അയച്ച് ആ യാഗത്തിൽ കൂടെ ആ ചൊരിയപ്പെട്ട രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് അവിടുത്തെ മക്കളാക്കി തീർത്ത ആ സ്നേഹത്തിനായി നന്ദി. കർത്താവ്, ഈ ശബ്ദപരിധിയിൽ ഈ പന്തലിനുള്ളിൽ കേട്ടവരിൽ ആരെങ്കിലും അങ്ങനെയൊരു അനുഭവം ഇല്ലാത്തവരായിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ. സമർപ്പിച്ച ചിലരുടെ ഹൃദയത്തിൽ രൂപാന്തരത്തിന്റെ വിത്തിനെ കർത്താവ് ഇടുന്നതിനായി സ്തോത്രം. രോഗസൗഖ്യം ആവശ്യമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തണമേ. ഭീതികെട്ട മരണത്തിന്റെ ഭീതി, പിശാചിന്റെ പോരാട്ടം, ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ അഴിഞ്ഞു മാറട്ടെ. കുടുംബങ്ങൾ, വ്യക്തികൾ
സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ കർത്താവേ. ഈ ദേശത്തിന്റെ നടുവിൽ കർത്താവിന്റെ കുടുംബക്കാരെന്ന് പറയുവാൻ ഒരു കൂട്ടത്തെ കർത്താവ് നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. സർവമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ പിതാവേ.